എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. മറ്റൊരു വാശിയേറിയ പോരാട്ടം ഇവിടെ നടക്കുമെന്നത് തീർച്ചയാണ്. അടുത്ത മത്സരത്തിലെ ടോസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അംഷത് ദി അമ്പയർ along with ജനീഷ്. സോമർ ലുലു ആണ് കോൾ ചെയ്യുന്നത്. Heads is the call. Heads it is സോമർ ലുലു ബൈ. ടോസ് വിൻ ചെയ്തിരിക്കാൻ എന്താണ് എടുക്കുന്നത്? ബോളിംഗ്. ഇനി സ്പെഷ്യൽ റീസൺ ബോളിംഗ് ചെയ്യാൻ ആഗ്രഹിച്ചതിൽ? അല്ല, ഞങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ബാറ്റ് ചെയ്ത് കുറെ റൺ അടിക്കണ്ടല്ലോ. All the best both the sides. അൻഷലി അമീർ. വളരെ നല്ലൊരു മത്സരം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. വളരെ മനോഹരമായ ഒരു ഷോട്ട്. ഇവിടെ ഒരു ബൗണ്ടറി നേടിയെടുത്തത് അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. റനീഷ, ദ ഗോർജിയസ് റനീഷയുടെ ബാറ്റിൽ നിന്നും മറ്റൊരു ബൗണ്ടറി. വളരെ നല്ലൊരു പോസ് ഫോർ ദ ക്യാമറമാൻ ഐ വുഡ് സേ. റനീഷ ദ ലെഫ്റ്റി ഇവിടെ ഉയർത്തിരിക്കുന്ന ഒരു ക്യാച്ചിനുള്ള സാധ്യത. എന്നാൽ കളരിപ്പയറ്റിന്റെ എല്ലാ അടവുകളും ഇവിടെ പരീക്ഷിക്കുന്നു റനീഷ. പക്ഷെ കൃത്യമായി തന്നെ പന്ത്. മറ്റൊരു ബൗണ്ടറി കൂടി നേടിയെടുത്തിരിക്കുന്നു റനീഷ. 2 ബൗണ്ടറികൾ നേടിയിരിക്കുന്നു റനീഷ. ദി യശസ്വി ജയ്സ്വാൾ ഓഫ് നോമിനേഷൻ നിഞ്ചാസ്. ആദ്യ ഓവർ പിന്നിടുമ്പോൾ 9 റൺസ് നേടിയിരിക്കുന്നു നോമിനേഷൻ നിഞ്ചാസ്. നല്ല ഷോട്ട്. അഞ്ജലി അമീറിന്റെ നല്ലൊരു സേവ്. ഒരു സിംഗിൾ മാത്രമായി മാറുന്നു. മറ്റൊരു ശ്രമം. ഇവിടെ റിസ്കി ആയിട്ടുള്ള ഒരു റൺസ് നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ സ്റ്റാർ ബാറ്റർ റനീഷയുടെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. സ്ലോ മോഷനിൽ നടന്നകലുന്നു റനീഷ. പക്ഷെ അനാവശ്യമായ ഒരു റൺ ഔട്ടുള്ള ഒരു ശ്രമമായിരുന്നു. നല്ല വളരെ കൃത്യമായ തീരുമാനം അവിടെ അവലംബിക്കുകയായിരുന്നു ഹൗസ് ഹസ്ലേഴ്സിന്റെ താരങ്ങൾ. സിബിന്റെ നല്ലൊരു വിക്കറ്റ് കീപ്പിംഗ് എഫേർട്ട്, ഒപ്പം തന്നെ അഞ്ജലി അമീറിന്റെ മികച്ച ഫീൽഡിംഗ് കൂടി ആയപ്പോൾ അവിടെ ഒരു വിക്കറ്റ് നേടിയെടുത്തിരിക്കുന്നു. ഏഞ്ചൽ തോമസ് നമുക്കറിയാം ആ ഒരു ഡീപ്പ് എക്സ്ട്രാ കവർ റീജിയൻ കൃത്യമായി ഗാർഡ് ചെയ്യുന്നു. ഹിയർ കംസ് ദ ക്യാപ്റ്റൻ സാജു നവോത്യ. ബോൾ ചെയ്യുന്നു പ്രദീപ്. ദാറ്റ്സ് എ വൈറ്റ് സിഗ്നൽ ഫ്രം ദി അമ്പയർ. അമ്പയർ ജിതിന്റെ ഒരു വൈറ്റ് സിഗ്നൽ. ഒരു റൺസ് നേടിയെടുത്തിരിക്കുന്നു അഞ്ജലി അമീർ. വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു എൻറ്റയർ മിഡ് വിക്കറ്റ് ആൻഡ് സ്ക്വയർ ലെഗ് റീജിയൻ ഗാർഡ് ചെയ്യുകയാണ്. പ്രദീപ് ടു സിജോ. ഒരു സിംഗിൾ കൂടി നേടിയെടുത്തിരിക്കുന്നു സാജു നവോദയും അതുപോലെ തന്നെ സിജോയും. ആദ്യ മത്സരത്തിൽ റൺസുകൾ നേടാൻ അവർക്ക് അധികം സാധിച്ചിരുന്നില്ല. 13 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ 2 ബൗണ്ടറീസ് നേടിക്കൊണ്ട് തന്നെ തങ്ങളുടെ വരവ് അറിയിച്ചിരിക്കുന്നു. ഈ മത്സരത്തിലേക്കുള്ള തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. വളരെ നല്ലൊരു അറ്റംപ്റ്റ് കൂടി അവിടെ കീപ്പറിൽ നിന്നും മറ്റൊരു അവസരത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. സിബിൻ ദ കീപ്പർ. പ്രദീപ് ടു സാജു നവോദയ. 13-1 എന്ന നിലയാണ് നിലവിൽ ആദ്യ മത്സരത്തിൽ അവർ നേടിയ ആ ഒരു സ്കോർ. പക്ഷേ ഇവിടെ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ഒരു സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. നല്ലൊരു പന്തായിരുന്നു ഇവിടെ പ്രദീപിൽ നിന്നും. ഒരു ഡോട്ട് ബോൾ. കൃത്യതയാർന്ന ഒരു ഷോട്ട്. സാജു നവോദയയുടെ ബാറ്റ് ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു ലോങ് ഓണിൻ്റെയും അതുപോലെ തന്നെ ഡീപ് മിഡ് വിക്കറ്റ് ഫീൽഡേഴ്സിൻ്റെയും ഇടയിലൂടെ ആ ഒരു താളം കണ്ടെത്തി, ആ ഒരു ഗ്യാപ്പ് കണ്ടെത്തി
പിയേഴ്സ് ചെയ്തുകൊണ്ട് ഒരു ബൗണ്ടറി നേടിയിരിക്കുന്നു. സിജോ ഓൺ സ്ട്രൈക്ക് നൗ ആൻഡ് ഹിയർ കംസ് ദ ക്യാപ്റ്റൻ ഒമർ ലുലു. ഒരു ഫുൾ ടോസ് ഡെലിവറി, ഒരു പേസ് ഡെലിവറി. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും പേസ് ഉള്ള ഡെലിവറി ആയിരുന്നു അത്. ഒമർ ലുലു, ഓ അവിടെ ഒരു നോ ബോൾ വിരിച്ചിരിക്കുന്നു. ഒമർ ലുലു ഒരു ഫുട് വർക്ക് നോക്കുക. സിജോയിൻ്റെ തികഞ്ഞ ഒരു ക്രിക്കറ്ററാണ് താനെന്ന് ഓരോ ഫുട് വർക്കിലൂടെയും അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നു. മറ്റൊരു ഷോട്ട് കൂടി മുന്നോട്ട് വന്നുകൊണ്ട് തന്നെ, എന്നാൽ ഇത്തവണ പ്രദീപ് അത് കൃത്യമായി കൈപ്പിടിക്കുള്ളിൽ ഒതുക്കുന്നു. മറ്റൊരു കൃത്യതയാർന്ന പന്ത് കൂടി ഇവിടെ ഡഗൌട്ടിൽ. തസ്നി ഖാൻ, ഗോപിക ഗോപി, അതുപോലെ തന്നെ അതിഥി, ഇവരുടെയൊക്കെ ആഹ്ലാദം നമുക്ക് കാണാം. ഫുൾ ടോസ്, മറ്റൊരു എക്സൈറ്റിംഗ് ഡെലിവറി ചെയ്തിരിക്കുന്നു. വളരെ ക്ലവർ ബോളിംഗ് ആണ് ഇവിടെ ഒമർ ലുലുവിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു ഡെഡ് ബോൾ വിധിച്ചിരിക്കുന്നു അമ്പയർ. ഫ്രണ്ട് ഫൂട്ടിൽ വന്നുകൊണ്ട് ഡ്രൈവിനുള്ള ശ്രമം, എന്നാൽ വിക്കറ്റ് കീപ്പറിന്റെ സമയോചിതമായ ഇടപെടൽ കൂടി നമുക്ക് കാണാം. നല്ല രീതിയിൽ അവിടെ കീപ്പിംഗ് ചെയ്തിരിക്കുന്നു സിബിൻ. ആൻഡ് ദാറ്റ്സ് ദി ഓവർ. 3 ഓവറുകൾ പിന്നിടുമ്പോൾ 19-1 എന്ന നിലയിലാണ് നിലവിൽ നോമിനേഷൻ നിഞ്ചാസ്. ഓ മുന്നോട്ട് വന്നുകൊണ്ട് ഒരു പവർ ഷോട്ട് അടിക്കാനുള്ള ശ്രമം. ദ പവർഫുൾ മാൻ സിജോ. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ബാറ്ററാണ് താനെന്ന് നിലവിൽ ഇതുവരെ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള മറ്റൊരു ഷോട്ട് കൂടി, ഒരു തികഞ്ഞ ക്രിക്കറ്റിംഗ് ഷോട്ട് ഉതിർത്തിരിക്കുന്നു സിജോ. ഏഞ്ചൽ അവിടെ ആ ഒരു പന്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു. മറ്റൊരു ഷോട്ട്, ക്യാച്ചുള്ള സാധ്യത, എന്നാൽ ഒരു ബൗണ്ടറി കൂടി. തുടരെ ബൗണ്ടറികൾ ഉതിർക്കുകയാണ് വിരാട് കോഹ്ലി ഓഫ് ദിസ് ടീം. സിജോ ഓഫ് നോമിനേഷൻ നിഞ്ചാസ്. ഗുഡ് ഷോട്ട് ഏഞ്ചൽ ഓൺ. വിക്കറ്റ് സാധ്യത, ഒരു വിക്കറ്റ് കൂടി വീണിരിക്കുന്നു. സാജു നവോദയ്ക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. വളരെ നല്ലൊരു ത്രോ കൂടി. സിബിൻ ഒമർ ലുലു സഖ്യം ഇവിടെ മറ്റൊരു വിക്കറ്റ് കൂടി പിടിതെടുത്തിരിക്കുകയാണ്. നല്ലൊരു ബാക്കപ്പ് കൂടി അവിടെ ഏഞ്ചലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഏഞ്ചൽ തോമസ്, അശ്വിൻ വിജയ്, നമുക്കറിയാം ലോങ് ഓഫ് റീച്ചൻ വളരെ കൃത്യമായി ഗാർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മിഡ് വിക്കറ്റും ആ ഒരു സ്ക്വയർ ലെഗ് റീച്ചിനും എൻറ്റയർലി കവർ ചെയ്യുന്നത് അഞ്ജലി അമീറാണ്. Here comes Aditi. Aditi, Sibin to Aditi. ഒരു ക്യാച്ചിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, എന്നാൽ ഒരു റൺഔട്ടിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഓടിയ ഒരു റൺസ് പൂർത്തീകരിക്കുന്നു. അതിഥിയുടെ സന്തോഷം നോക്കുക. ആ ഒരു റൺസ് പൂർത്തീകരിച്ചപ്പോൾ സിജു ആൻഡ് അതിഥി ഡൂയിങ് ദ റൈറ്റ് ജോബ് ഹിയർ. നല്ലൊരു ഷോട്ട്. സിജു ആൻഡ് അതിഥി മറ്റൊരു റൺസ് കൂടി നേടിയെടുത്തിരിക്കുകയാണ്. ഡീപ് സ്ക്വയർ ലെഗ് റീജിയനിലേക്ക് ഉതിർത്തൊരു ഷോട്ട്. കൺസിസ്റ്റൻസിയാണ് തൻ്റെ പവർ, കോർ പവർ എന്നത് ഒരിക്കൽ കൂടി സിജോ ഇവിടെ മനസ്സിലാക്കി തരുന്നു. മറ്റൊരു വൈഡ് കൂടി വിധിക്കുന്നു അമ്പയർ ജിതിൻ. മനോഹരമായ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, എന്നാൽ അത് അതിഥിയുടെ പവറിൽ നമുക്ക് നോക്കിക്കാണേണ്ട അമ്പയേഴ്സിന്റെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. യെസ്, ഇറ്റ്സ് എ വിക്കറ്റ്. സോ ഒരു കൃത്യമായ കണക്ഷൻ ആയിരുന്നു അത് അതിഥിയിൽ നിന്നും, എന്നാൽ 6 ആകുകയും ഔട്ട് ആകുകയും ചെയ്തിരിക്കുന്നു അതിഥി. ഇത്രയും പവർ എന്തിനു ദൈവം എനിക്ക് തന്നു എന്ന് അതിഥി ചിന്തിക്കുന്നുണ്ടാകാം. മറ്റൊരു വിക്കറ്റ് കൂടി. And here comes Ashwin Vijay, the bowler.
Oh, that's we need to wait for them passing. That's a boundary. And no ball and a boundary. No ball and a boundary. Yes. So അവിടെയും ആ ഒരു കൺട്രോൾ എടുത്ത് പറയേണ്ടതാണ് സിജോയിന്റെ. That's a white signal. കരുത്തിട്ട് ഷോട്ട് എന്നാൽ വളരെ മികച്ച ഒരു ഫീൽഡിംഗ് കൂടി ക്യാപ്റ്റൻ ഒമർ ലുലുവിൽ നിന്നും ലോങ് ഓഫ് റീജിയനിൽ. ആ ഒരു വേക്കൻഡ് ഏരിയ കൃത്യമായി സ്പോട്ട് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു മറ്റൊരു ബൗണ്ടറി കൂടി നേടിയിരിക്കുകയാണ് ഇവിടെ കരുത്തനായ ബാറ്റർ സിജോ. വിരാട് കോഹ്ലി ഓഫ് നോമിനേഷൻ നിഞ്ചാസ്. മറ്റൊരു ഷോട്ട് കൂടി, എന്നാൽ ഇത്തവണ രക്ഷകനാകുന്നു ഒമർ ലുലു. മറ്റൊരു റൺസ് കൂടി നേടിയെടുത്തിരിക്കുന്നു. Sena South Plus presents MyG Future Experience the Next. ആറാവ് പ്രീമിയർ ലീഗ് 2025 ഇവിടെ വളരെ സംഭവബഹുലമായി നടക്കുകയാണ്. നമ്മോടൊപ്പം സൂരജ് ഉണ്ട്. സൂരജ്, ഈ ഒരു മത്സരം എങ്ങനെ നടന്നു പോകുന്നപ്പോൾ തന്നെ ഈ ഒരു ടൂർണമെന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ കളിക്കാൻ പറ്റിയ ബിഗ് ബോസിലെ എല്ലാ സീസണിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒപ്പം ഇങ്ങനെ ഒത്തിച്ച് കൂടാൻ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. പിന്നെ ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടമുള്ള പ്ലേ ആണ്. അപ്പോൾ ത്രില്ലാണ്, അടിപൊളിയാണ്. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, സ്കോർ ഒന്ന് നമുക്ക് വായിക്കാം. 47 റൺസാണ് വിജയലക്ഷ്യം. 47 റൺസ്. സോ നമുക്ക് ഒരുപാട് താരങ്ങൾ ഇവിടെ കൂടുതലായിട്ടുണ്ട്. സന, എന്താണ് പറയാനുള്ളത്? അടിപൊളി എനർജി ആയിരുന്നു. ആ ഒരു എനർജി ഇനിയും അടുത്ത മത്സരത്തിൽ കീപ്പ് അപ്പ് ചെയ്യില്ലേ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫൈനലിൽ ഈ നിഞ്ചാസുമായിട്ട് തന്നെ ഞങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരുമോ എന്നാണ്. ഇവന്മാരൊക്കെ പോവും. അല്ല, ഏറ്റുമുട്ടൽ മാത്രമല്ല, വിജയിക്കത്തില്ലേ? ജയിക്കും, പിന്നല്ലാതെ ഞങ്ങൾ വിജയിച്ചിരിക്കും. ഞങ്ങൾ അതിനു വേണ്ടി മാത്രം ജനിച്ചവരാണ്. ഓക്കെ, ഈ ടൂർണമെന്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു 2 മാസമായിട്ട് ഞങ്ങളുടെ കോർ കമ്മിറ്റിക്കകത്തുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് അത്രയും ഡെഡിക്കേഷനോട് കൂടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ സ്പോൺസേഴ്സിനെ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളുടെ ഒരു വർക്കിംഗ് ജേണി എന്ന് പറയുന്നത് ഞങ്ങളൊരു 10-13 പേരുടെ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കായിരുന്നു. സോ ആദ്യമായിട്ട് ആരോ എന്ന പേരിൽ നമുക്ക് ഇത്രയും നല്ലൊരു ടൂർണമെൻറ്റ് ഈ സൈന പ്ലസുമായിട്ടും അതുപോലെ തന്നെ മൈജി ആയിട്ടൊക്കെ കൂട്ടി നമുക്കിങ്ങനെ നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇന്നിവിടെ വന്നിട്ടുള്ള പ്ലെയേഴ്സൊന്നും ചില്ലറക്കാരല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഗ്രൂപ്പിനകത്ത് മെസ്സേജുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ വെറുതെ തട്ടിക്കളഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞതാ. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിട്ട് ഇപ്പം ഒരു സ്പിരിറ്റൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എനർജറ്റിക് ആയിട്ട് ഇപ്പോൾ ഒരു വാശിയോടെ കളിക്കുന്ന മാതിരിയാണ്. സോ ആദ്യമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ തോന്നിയെങ്കിലും ഇപ്പം എല്ലാവരും ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു പ്രൊഫഷണൽ ടീം പോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ ഈ ബിഗ് ബോസിൻ്റെ തന്നെ ക്രിക്കറ്റ് ടീമിനെ, സൗഹൃദ ടീമിനെ നമുക്ക് പറയാൻ സാധിക്കും. സോ എല്ലാ ടീമിനും വിജയാശംസകൾ കോർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, ഓൾ ദ സക്സസ്. താങ്ക് യു സോ മച്ച് സന. ഇതൊരു സന പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റ് മാത്രമല്ല, അവരുടെ ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ്. താങ്ക് യു. സോ നമുക്കിവിടെ അനൂപ് കൃഷ്ണനും അതുപോലെ തന്നെ നവീനൊക്കെ എഴുപ്പുണ്ട്. എങ്ങനെയാണ് ഈ മത്സരം നോക്കുകയാണെന്നത് നവീനോട് തന്നെ ആദ്യം ചോദിക്കാം. വളരെ എനർജറ്റിക് ആയിട്ട് ഓടിച്ചാടിയാണ് എല്ലാവരും ഫീൽഡൊക്കെ ചെയ്യുന്നത്. എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളാദ്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും എനർജറ്റിക് ആയിരിക്കുമെന്ന്. പക്ഷേ ഞങ്ങളെല്ലാം ഞെട്ടിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര പവർഫുള്ളായിട്ടാണ് കളിക്കുന്നത്. നമ്മളുടെ ടീമായിരുന്നു ആദ്യം ഇറങ്ങിയത്, നമ്മളും പിന്നെ സാജുവിൻ്റെ ടീമും. അപ്പോൾ നമ്മളെല്ലാവരും ദൈവാനുഗ്രഹിച്ച് നല്ല രീതിയിൽ കളിച്ചു, വിന്നറായി. ഇനിയിപ്പോൾ അടുത്തതും കൂടി വിന്നറാവണം. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് കളിക്കും.
എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായിട്ട് CCLലും മറ്റ് ഒരുപാട് ക്രിക്കറ്റിംഗ് ആക്ഷൻസിലും ഒക്കെ തന്നെ നിറസാന്നിധ്യമായിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് അനൂപ് കൃഷ്ണ. സ്റ്റേറ്റ് അവാർഡ് വിന്നർ കൂടിയാണ്. ഒരുപാട് ഞാൻ നിങ്ങൾക്ക് ഒരുപാടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈസ് എ ബിഗ് സ്റ്റാർ. ക്രിക്കറ്റിൽ ഞാൻ എടുത്ത് പറയും, കാരണം എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലെയേഴ്സാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലെയർ ആണ് അനൂപ് കൃഷ്ണ. CCLനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെയും ആ ഒരു ക്വാളിറ്റി ഈ ഒരു ഫോർമാറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ആദ്യം തന്നെ താങ്ക് യു ലാൽജി, യു ആർ ഡൂയിങ് ഫാബുലസ് ജോബ്. താങ്ക് യു ലാൽജിഷ്. ആരവ് മൈജിയുമായിട്ടും സൈന സൗത്ത് പ്ലസുമായിട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ ഒരു APL ആരവ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഇതൊരു ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ഓരോ ബോളും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് എത്ര നമ്മൾ എന്ത് എൻജോയ്മെൻറ്റിന് വേണ്ടി കളിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യത്തെ 3 ബോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാശിയായിരിക്കും. ഓരോ സിംഗിൾ ബോളും ഭയങ്കര വാശിയോട് കൂടിയിട്ട് കളിക്കുക ചെയ്യുക. അത് ക്രിക്കറ്റിന് മാത്രമുള്ളൊരു ഇമോഷനാണ് ആക്ച്വലി. അത് ഓരോ ക്രിക്കറ്റേഴ്സിനും അറിയുന്നതാണ്. എന്തായാലും ഞങ്ങൾ ഈ ആരവിൻ്റെ ഉള്ളിലുള്ള ഓരോ ആൾക്കാർക്കും ഇത്രയും നല്ലൊരു ഈവനിങ് കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ആരവിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബിഗിനിങ് ആണ് ശരിക്കും ഇങ്ങനൊരു ഫ്രണ്ട്ലി ഗെറ്റ് ടുഗദർ ക്രിക്കറ്റ് മാച്ച് എന്നുള്ളത്. താങ്ക് യു സോ മച്ച് സൈന സൗത്ത് പ്ലസ് ആൻഡ് മൈജി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇങ്ങനൊരു ഏറ്റവും നല്ലൊരു ക്രിക്കറ്റിംഗ് ഹവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതിനും. ആൻഡ് വൺസ് അഗെയിൻ ലാൽജി, യു ആർ ഡൂയിങ് ഫാബുലസ് ജോബ്. താങ്ക് യു സോ മച്ച്. ആ കണ്ണട തന്നിട്ട് പോയാൽ മതി. താങ്ക് യു. ഉറപ്പായിട്ട് തരുന്നതാണ്. സോ ഇവിടെ അതിനിടയിൽ നമ്മൾ പറഞ്ഞോട്ടെ, ഒരു ബൗണ്ടറി കൂടി നേടിയിരിക്കുന്നു ഒമർ ലുലു. വളരെ ആവേശഭരിതമായ മത്സരമാണ്. ഇവിടെ അഞ്ജലി അമീർ ഔട്ടായി സിബിൻ കളത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊരു പന്ത് കൂടി ഇവിടെ ലെഗ് സൈഡിലേക്ക് ഒതുക്കാനുള്ള ശ്രമം എന്നാൽ മിസ്സാകുന്നു. ഇവിടെ സന്ധ്യ മനോജ് ഉണ്ട്. ഒരു മികച്ച ഡാൻസറും ഒക്കെയാണ്. പ്രൊഫൈലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ക്രിക്കറ്റിൽ ഇവിടെ MS ധോണിയാന്നൊക്കെ ആരൊക്കെ പറയേണ്ടിരുന്നത്. എന്താണ് പറയുന്നത്? MS ധോണിയെ പിടിച്ച് സുജാത മൊഹപാത്രയാണ് കേലുചരൺ മൊഹപാത്ര എന്ന് പറയുന്ന പോലെയുണ്ട്. അല്ല, ദിസ് ഈസ് എ ഫൺ ഗെയിം. സോ ബേസിക്കലി ഇപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാവരോടും ഒരു ഒഡീസി സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ. ഐ എം അവെയർ ഓഫ് ഇറ്റ്. പക്ഷേ ഇറ്റ്സ് ഫൺ. എല്ലാവരും കൂടെ വരിക, ഒരു ആക്ടിവിറ്റി, കൂടുതലും പേർക്ക് അറിയാവുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുക, എക്സൈറ്റ്മെൻറ്റിൽ പങ്കുകൊള്ളുക. ആൻഡ് ബേസിക്കലി നമ്മൾ ഇതിൽ നിന്ന് കാണിക്കാൻ, ഐ മീൻ വാട്ട് വി വോണ്ട് ടു ഷോ കേസ് ബേസിക്കലി ഈസ് ദാറ്റ് ഒരു റിയാലിറ്റി ഷോ ഇടി ഉണ്ടാക്കുന്ന റിയാലിറ്റി ഷോയിൽ പുറത്തേക്ക് വന്നിട്ട് വി വോണ്ട് ടു ബൈപ്പാസ് ആ ഡിഫറൻസസ്. അത് ഒരു ഷോ കഴിഞ്ഞാലും മനുഷ്യരാണ്, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഇംപ്രിൻ്റ് ഉണ്ടാവില്ല. ഷോ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഇംപ്രിൻ്റ് ഉണ്ട്. പക്ഷേ അതിനെയും തരണം ചെയ്ത് ഒരു സ്പോർട്ടിൽ കൂടെ നമ്മൾ ഈ സ്പിരിറ്റ് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയതും ഇത്രയും പേര് ഇവിടെ ഇൻ സ്പൈറ്റ് ഓഫ് എനി ഡിഫറൻസ് ആൻഡ് എവറി ഡിഫറൻസ് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തതിന് ഇവർക്ക് ഓരോ കണ്ടസ്റ്റൻസിനും വി സല്യൂട്ട്. ആൻഡ് ഇറ്റ് ഹസ് നെവർ ഹാപ്പൻ ബിഫോർ. അതുകൊണ്ട് ആൻഡ് ലാൽജി, യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോംപ്ലിമെൻറ്റ്സ്. തീർച്ചയായിട്ടും അത് ഉറപ്പായിട്ടും അതിലേക്ക് വരുന്നതാണ്. കാരണം പറഞ്ഞത് കൃത്യമായിട്ടൊരു കാര്യമാണ്. ഇവിടെ ഒരു സ്പോർട്ടിലൂടെ നമ്മൾ ആരും ഇതിൽ എക്സ്പേർട്ട് അല്ല, പക്ഷേ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സ്പോർട്ടിലൂടെ ആ ഒരു നമ്മുടെ എല്ലാവരും ഒരു യൂണിറ്റി കൊണ്ടുവന്നു, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ആൻഡ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ആസ് വെൽ. ആൻഡ് ദാറ്റ് സന്ധ്യ മനോജ്, താങ്ക് യു. സോ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്, വിനയ് മാധവ്. എനിക്കൊന്ന് ഏറ്റവും ടോപ്പ് സ്കോററാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ നിലവിൽ. സോ അല്ലേ, സോ എന്താണ് ഈ ഒരു ടൂർണമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്? അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ഗംഭീരമായിട്ടുള്ള മത്സരമാണ്. എല്ലാവരും ആദ്യം ഒരു തമാശയ്ക്ക് വേണ്ടി ഈ മത്സരം തുടങ്ങിയെങ്കിലും ഇപ്പം എല്ലാ ടീമും ഭയങ്കര സ്പിരിറ്റിൽ ഓരോ ഓവർ കഴിയുന്തോറും ജയിക്കണം എന്നുള്ള വാശിയിൽ അത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം ആദ്യം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാനും ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇത്ര വലിയൊരു ഷോ ആയിരിക്കും, പ്രോഗ്രാം ആയിരിക്കും എന്നുള്ളത്. ഇപ്പോൾ പ്രദീപ് ഏട്ടനായാലും അല്ലെങ്കിൽ പിന്നെ ഫിറോസ് കെ ആയാലും ഇതിൻ്റെ സംഘാടകരെല്ലാവരും അവർ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് ഇത്ര വലിയൊരു ഷോ, അതും മൈജിയുടെ പോലെയുള്ളൊരു വലിയ ബാനർ അല്ലെങ്കിൽ സൈന പോലുള്ളൊരു വലിയ അസോസിയേഷൻ ഇതിൻ്റെ ബാക്കിൽ വരിക, ഇതൊരു എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോൻ്റെ ഒരു അസോസിയേഷൻ ഫോം ആവുന്നത് അല്ലേ. അപ്പം ഇതൊരു വൻ വിജയമാണ്, വൻ തുടക്കമാണ്. അതും നമ്മളായിട്ടാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ളത് വലിയ അഭിമാനകരമായ കാര്യമാണ്. ഈ പ്രോഗ്രാം ഇത്രയും ഗംഭീരമാവുന്നതിൽ ഇതിൻ്റെ കോർ കമ്മിറ്റി മെമ്പേഴ്സിനെ നമ്മൾ
അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റും. അവരുടെ എത്രയോ മാസങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. അതിൽ സായി, ഫിറോസ്, പിന്നെ പ്രദീപ് ഏട്ടൻ, റസ്മിൻ, ഇവരെല്ലാം അതിൻ്റെ കോർ കമ്മിറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം വലിയ സന്തോഷം എനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ആൻഡ് യു ആർ ഓൾസോ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു. താങ്ക് യു വിനയ്, യു ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ആസ് വെൽ വിത്ത് ദ ബാറ്റ്. സോ അടുത്തതായിട്ട് ഓക്കെ, നമ്മൾ The score is 10 for 3 after the completion of 3. ഇനി വേണ്ടത് 37 റൺസാണ്. 12 പന്തുകളാണ് ബാക്കിയുള്ളത്. And it's Tasni Khan to Omar Lulu, and that's a dead ball. ഒരു പ്രഹരമേൽപ്പിക്കുന്ന Omar Lulu, പക്ഷേ അതൊരു ഡെഡ് ബോൾ ആയി മാറുകയാണ്. സോ നമ്മോടൊപ്പം ചേരുന്നു ടാസ്ക് മാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ കൂടിയായ ദ ഗോർജിയസ് ഋതു മന്ത്ര. സോ വളരെ ക്രിക്കറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. ഈ ഒരു മത്സരത്തിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എന്താണ് ഈ ഒരു എൻറ്റയർ സെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്തു അല്ലേ? കറക്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈ ആരോയിൻ്റെ ബിഹൈൻഡ് പ്രവർത്തിച്ച നമ്മളെ പ്രദീപ് ഏട്ടൻ, ഫിറോസ് ക, എല്ലാവർക്കും വലിയൊരു കയ്യടി. കാരണം ഇതൊരു ഇവർ ഇനീഷ്യേറ്റ് ചെയ്ത് ഇപ്പം ആരും എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമിൽ വിളിച്ചപ്പം അങ്ങനെ ദേ വർ നോട്ട് റെഡി. അപ്പോൾ ഇവർ ശരിക്കും പറ്റിച്ചാണ് വിളിച്ചത്. ഇതൊരു ചുമ്മാ ഒരു ക്രിക്കറ്റാണ്, അണ്ടറാമാണ്, ചുമ്മാ വന്ന് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ടോ, ഭയങ്കര സീരിയസ് ആയി ഇതിനിപ്പോൾ ആര് കപ്പടിക്കും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതൊരു കൂട്ടായ്മയാണ്, അതുപോലെ തന്നെ ഒരു ഫൺ ഗെയിമാണെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇതൊരു ബിഗ് ബോസിലെ പോലെ കൂട്ടത്തെല്ലാം ആവാതിരുന്നാൽ മതി. ഐ എം ഹോപ്പിംഗ് ഫോർ ദാറ്റ് ആൻഡ് ഇറ്റ്സ് എ നൈസ് ഗെയിം. ഐ എം thoroughly enjoying it. Thank you Laljish for being a part. Thank you. You know cricket, right? Then Thank you Rudu. Thank you so much. All the best. So നമുക്കിവിടെ ക്യാപ്റ്റൻ ഓഫ് കൺഫെഷൻ കമാൻഡോസ് ഉണ്ട്, നാദിറ മെറിൻ ഇവിടെ ഒളിച്ചിരിക്കുവാണ്. എങ്ങനെയാണ് ഈ മത്സരത്തിൽ നോക്കുകയാണെന്നത്? അതുപോലെ വളരെ വാശിയോട് കൂടിയാണ് എല്ലാവരും ഈ അല്ലേ, നിങ്ങൾ ബാറ്റ് ചെയ്തതും ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ്, ഫീൽഡിംഗ് ഒക്കെ തന്നെ. സോ എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഈ ഒരു വിജയം തന്നെ നമുക്ക് വിളിക്കാം അല്ലേ, ഈ ഒരു ഓർഗനൈസേഷനും ഈ ഒരു ഇവന്റ് ഇവിടെ കണ്ടക്ട് ചെയ്തത്? ഇത് വെരി സ്പെഷ്യലാണ്. ആൾക്കാരൊക്കെ നോക്കിക്കാണുന്നതും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പം സെലിബ്സായിട്ട് നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മീഡിയയിലൊക്കെ നിൽക്കുന്ന ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ക്രിക്കറ്റ് ധാരണയിൽ അവരുടെ കഴിവൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു ഫൺ സ്പേസ് കൂടിയാണ്. അപ്പോൾ അതിനങ്ങനെ നോക്കിക്കാണണം. ഡിഫറെൻ്റ് ആളുകൾ, ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പ്, ഡിഫറെൻ്റ് മേഖലയിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗെയിമാണ്. ഇതിൽ വിന്നേഴ്സ് ആരായാലും, ഇതിൽ വന്ന എല്ലാവരും വിന്നേഴ്സായിട്ട് തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്. ഭയങ്കര സ്പെഷ്യലാണ്. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. സോ നമ്മൾ കളിയിലേക്ക് ഒരിക്കൽ തിരിച്ചു വരേണ്ടതുണ്ട്. വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. ഹൗസ് ഹസ്ലേഴ്സ് വേഴ്സസ് നോമിനേഷൻ നിഞ്ചാസ്. സോ നമുക്കറിയാം ഇവിടെ ഫീൽഡിംഗ് ചെയ്യുന്നത് നോമിനേഷൻ നിഞ്ചാസ് ആണ്. മറ്റ് താരങ്ങളിലേക്കൊക്കെ നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. ഉയർത്തിരിക്കുന്ന ഒരു ക്യാച്ച് സാധ്യത. തസ്നി ഖാൻ ആ ഒരു ക്യാച്ച് എടുത്തിരിക്കുന്നു. ക്വീൻ ഖാൻ ടേക്സ് ദ ക്യാച്ച്. സോ വളരെ ആവേശഭരിതമായതിന് ആ ഒരു ക്യാച്ച് എടുത്തിരിക്കുകയാണ്. നമുക്ക് സ്കോർ കാർഡിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. 5 വിക്കറ്റും പോയിരിക്കുകയാണ്. ഓൾ ഔട്ട് ആയിരിക്കുന്നു. So that's the end of the match as well. Tasni Khan. That's the end of the match. 5 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. So nomination ninjas wins the match and we have a happy captain Saju Navodaya. അടിപൊളി ഒരു എനർജി ഇവിടെ കണ്ടു. എന്താണ് പറയാനുള്ളത്? വിൻ ചെയ്തിരിക്കുന്നു.
ഒരു ടീം എഫേർട്ട് തന്നെയാണ് കണ്ടത്. നല്ല അടിപൊളി മാച്ചായിരുന്നു. ദേണ്ട ലാസ്റ്റ് ക്യാച്ച് എടുത്ത് നോക്കിയേ. ഗംഭീര ക്യാച്ച്, ഗംഭീര ബോളിംഗ്, ഗുഡ് ഓവർ, സൂപ്പർ. അതെ, നമ്മുടെ ശ്രീയേട്ടൻ എടുത്ത ക്യാച്ച് പോലുണ്ട് അല്ലേ, അടിപൊളിയായിരുന്നു, സൂപ്പർ. Sasikan, well done, well played. Nomination Ninjas, and of course House Hustlers as well. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.